പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കുടുംബത്തിലൊന്നും നിൽക്കില്ല. പറ്റിയൊരു സ്ഥാനാർത്ഥി 12ാം വാർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിഖിൽ ഇവരൊക്കെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, സന്തോഷ് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറ്റിയൊരു സ്ഥാനാർത്ഥി നമ്മുടെ പഴയ ടീച്ചർ തന്നാലും കുഴപ്പമൊന്നുമില്ല, ടീച്ചറിനെയൊക്കെ ജയിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ട നടപടി സ്വീകരിക്കണം. പിന്നെ നമ്മളെ പെൻഷൻ കിട്ടാത്തവർ വല്ലവരുണ്ട് വെച്ചാൽ എഴുതി കൊടുക്കുക. വീട്, വെള്ളം, വെളിച്ചം, ആരോഗ്യം. നമ്മുടെ എൻ്റെ അമ്പലത്തിൻ്റെ പേരിൽ 4000 ആൾക്കാർക്ക് വീട് കൊടുക്കുന്നുണ്ട്, 500 ആൾക്ക് ടി വി മോബൈൽ കൊടുക്കുന്നുണ്ട്, 2000 ആൾക്കാർ കുടിവെള്ളം കൊടുത്ത് 5 ദിവസം ജയിലിൽ കിടന്നുണ്ട്. അപ്പോൾ MLA-ക്ക് ഇനി നിൽക്കുന്നുണ്ട്, 2026 MLA-ക്ക് നിൽക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോൾ നമുക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യിപ്പിക്കാം കൈച്ചിഹ്നത്തിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പണിയെടുത്ത് അവരവരെ എല്ലാവരും പരസ്പരം പറഞ്ഞ് വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്താൽ മാത്രമേ അപ്പോൾ നന്നായിട്ട് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ദോഷമൊന്നും ഇവിടെ വന്നിട്ടില്ല. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, 5-5 ഏക്കർ കൃഷിയൊക്കെ വിറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ വെച്ചാൽ അതൊക്കെ ചെയ്യാം. നമ്മുടെ ട്രസ്റ്റ് മുഖാന്തരം അമ്പലം, പള്ളി, റോഡ്, വെള്ളം, വെളിച്ചം, അമ്പലത്തിനും പള്ളിക്കും, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ എല്ലാവർക്കും വീട് കൊടുക്കുന്നുണ്ട്. 2 ലക്ഷം അങ്ങോട്ട് കെട്ടണം, 5-6 ലക്ഷമായിട്ട് മുടക്കി കിട്ടുന്നത് തിരിച്ചടക്കേണ്ട കാര്യം 750 സ്ക്വയർ ഫീറ്റ് വരെ ചെയ്യാം. അപ്പോൾ അതാരെങ്കിലും കൊണ്ട് വെച്ചാൽ അത് ചെയ്യാം. 4000 ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ നെല്ലിയാമേലത്തെ വെള്ളം പോത്തുണ്ടി ഇറക്കുന്നുണ്ട്. പോത്തുണ്ടി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നേരത്തെ 3 പഞ്ചായത്താണ് വെള്ളം കുടിച്ചത്, അത് 10 പഞ്ചായത്ത് വെള്ളം കൊണ്ടുകൊണ്ട് വെള്ളത്തിന് ടൈറ്റ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ നമ്മാറ് ആശുപത്രി മെച്ചപ്പെടുത്തുന്നുണ്ട്. നമ്മാറ് ആശുപത്രി മെച്ചപ്പെടുത്തുക പറഞ്ഞാൽ നമ്മാറിൽ പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ഗൈനക്കോളജിസ്റ്റ്. 2 ലക്ഷം ഞാൻ കെട്ടിയിട്ടാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുപോകുന്നത്. എനിക്കിതിരി ബാധ്യതയൊക്കെ ഉണ്ട്, 10 ലക്ഷം ഉണ്ട്, എവിടേക്കൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ MLA ഇലക്ഷൻ മുമ്പ് എല്ലാവരും അത് തീർക്കും എന്നും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് കൈച്ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. സ്ഥാനാർത്ഥി ഉടനെ പ്രഖ്യാപിക്കണം.